ആരാധകരുടെ വിഷമങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ മോഹൻലാൽ ദൃശ്യം 3 എന്ന സിനിമ പ്രഖ്യാപിച്ചുകൊണ്ട് ആ വിഷമങ്ങളൊക്കെ മാറ്റിയതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ വിഷമങ്ങൾക്കും പരാതികൾക്കും ഒക്കെ ഇടയാക്കിയത് മോഹൻലാൽ അനൂപ് മേനോനുമൊത്തുള്ള സിനിമ ചെയ്യുന്നു എന്ന വിവരമായിരുന്നു. അങ്ങനെ ഒരു പ്രഖ്യാപനം മോഹൻലാൽ നടത്തിയപ്പോൾ അവർ ഒന്നിക്കാൻ പോകുന്ന ചിത്രം അങ്ങനെ തള്ളിക്കളയേണ്ട ഒരു ചിത്രവും അല്ല എന്ന് പറയേണ്ടതുണ്ട്. കാരണം അനൂപ് മേനോൻ എന്ന ഒരു റൈറ്റർ അദ്ദേഹത്തിന്റെ മികച്ച ലെവലും കാണിച്ചിട്ടുള്ള ആളാണ്. അൻവർ റഷീദ്, അമൽ നീരദ്, ബ്ലസി തുടങ്ങിയ സംവിധായകരോടൊപ്പം മോഹൻലാൽ ഒന്നിക്കുന്നു എന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ആകെ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. നിരവധി പരാജയങ്ങൾക്ക് ശേഷം മോഹൻലാൽ മികച്ച സിനിമകളുമായി തിരിച്ചെത്തുന്നത് കാണാൻ അക്ഷമരായി കാത്തിരിക്കുന്ന മോഹൻലാൽ ആരാധകർക്ക് മുന്നിലേക്ക് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വന്നു. അനൂപ് മേനോൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയിലാണ് അടുത്തതായി മോഹൻലാൽ അഭിനയിക്കുക എന്ന വാർത്ത അറിഞ്ഞ എല്ലാവരും ആദ്യം ഒന്ന് ഞെട്ടി. അക്ഷരാർത്ഥത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കൂട്ടുചേരൽ ആയിരുന്നു. സോഷ്യൽ മീഡിയ നിറയെ ചർച്ച പിന്നെ അനൂപ് മേനോൻ മോഹൻലാൽ കൂട്ടുകെട്ടിനെ പറ്റിയായി. പ്രതീക്ഷകളും നിരാശകളും ഒരേപോലെ ഈ അനൗൺസ്മെന്റിന് പിന്നാലെ എത്തി. തന്റെ ഉള്ളിലുള്ള ഒരു ഫാൻ ബോയ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതുപോലൊരു മോഹൻലാൽ ചിത്രം സമ്മാനിക്കാനാണ് താൻ പോകുന്നത് എന്ന രീതിയിലാണ് അനൂപ് മേനോൻ പറയുന്നത്. പ്രണയവും വിരഹവും സംഗീതവും ചേരുന്ന യാത്രയാകും ഈ ചിത്രമെന്ന് മോഹൻലാലും പറയുകയുണ്ടായി. തിരുവനന്തപുരത്തും കൊൽക്കത്തയിലും ഷില്ലോങ്ങിലുമായിരിക്കും സിനിമ ചിത്രീകരിക്കുക എന്ന് പറയുകയും ചെയ്തു. ഇതിനു പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പല രീതിയിലുള്ള ചർച്ചകൾ ഉടലെടുത്തു. ദി ഡോൾഫിൻസ്, കിങ്ഫിഷർ, വരാൽ എന്നീ സിനിമകളെ ഉൾപ്പെടുത്തി തമാശ രൂപേണ പറയുന്ന അനൂപ് മേനോൻ അക്വാട്ടിക് യൂണിവേഴ്സിൽ ഉൾപ്പെടുന്ന സിനിമയാണോ ഇതെന്ന് ആരാധകർ ചോദിക്കുന്നത്. സ്ഥിരം അനൂപ് മേനോൻ സിനിമകളെ പോലെ നിറയെ പ്രണയവും അതിലേറെ ഫിലോസഫിയും ഉൾപ്പെടുത്തിയാണോ ഈ സിനിമയും ഒരുങ്ങുന്നതെന്നും ചോദ്യങ്ങൾ വന്നിരുന്നു. സിനിമയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ അനൂപ് മേനോൻ സിനിമകളിലെ സീനുകൾ എക്സിൽ വൈറലാകുകയുണ്ടായി. അനൂപ് മേനോൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് അവസാനമിറങ്ങിയ സിനിമകൾ എല്ലാം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു. ഇതൊരു കൂട്ടം മോഹൻലാൽ ആരാധകർക്ക് ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അനൂപ് മേനോനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതില്ലെന്ന് പറയുന്നവരുമുണ്ട്. ഇതിന് ഉദാഹരണമായി അവർ എടുത്തു കാണിക്കുന്നത് ഏറ്റവും പ്രധാന ചിത്രം മോഹൻലാലും അനൂപ് മേനോനും ആദ്യമായി ഒന്നിച്ച പകൽ നക്ഷത്രങ്ങളാണ്. 2008 പുറത്തിറങ്ങിയ പകൽ നക്ഷത്രങ്ങൾ ആയിരുന്നു അനൂപ് മേനോന്റെ രചനയിൽ പുറത്തിറങ്ങിയ മോഹൻലാൽ ചിത്രം. വലിയ കൊമേഴ്ഷ്യൽ വിജയം ആയിരുന്നില്ലെങ്കിലും ഏറെ നിരൂപക പ്രശംസ ഏറ്റുവാങ്ങിയ ചിത്രമായിരുന്നു ഇത്. പകൽ നക്ഷത്രങ്ങളിൽ മോഹൻലാൽ അവതരിപ്പിച്ച സിദ്ധാർത്ഥൻ എന്ന കഥാപാത്രവും കയ്യടികൾ നേടിയിരുന്നു. അനൂപ് മേനോൻ എന്ന തിരക്കഥാകൃത്തിനെ കുറച്ചു കാണേണ്ടതില്ലെന്നതിന് തെളിവായിട്ട് മറ്റു ചില സിനിമകൾ കൂടി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ബ്യൂട്ടിഫുൾ, കോക്ടെയിൽ, ട്രിവാൻഡ്രം ലോഡ്ജ് തുടങ്ങിയ മികച്ച സിനിമകൾ അനൂപ് മേനോൻ എഴുതിയിട്ടുണ്ടെന്നും മോഹൻലാലിനെ പോലൊരു താരത്തിനെ ഇന്ന് ലഭിക്കുമ്പോൾ മനോഹരമായ ചിത്രമാകും അദ്ദേഹം ഒരുക്കുക എന്നും പറയുകയാണ് ഇവർ. നേരത്തെ അനൂപ് മേനോന്റെ തിരക്കഥയിൽ VK പ്രകാശ് സംവിധാനം ചെയ്യാനിരുന്ന സിനിമയായിരുന്നു 40-കാരന്റെ 20-കാരി. ചില കാരണങ്ങളാൽ ഈ സിനിമ നടന്നിരുന്നില്ല. ഒരു പ്രണയ സിനിമയെ ഒരുങ്ങാനിരുന്ന ഈ കഥയാണ് മോഹൻലാലിനായി അനൂപ് മേനോൻ ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് ചില സംശയങ്ങളും പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സിനിമ മുടങ്ങിപ്പോയിരുന്നു. അനൂപ് മേനോൻ നായകനായി പ്രിയ വാര്യർ നായികയായി എത്തുന്ന രീതിയിലൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. ഈ സിനിമ തന്നെയാണോ മോഹൻലാലിനെ വെച്ച് ഒരുക്കാൻ പോകുന്നത് എന്ന ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ പ്രേക്ഷക ചർച്ചകൾ. സിനിമയിൽ അഭിനേതാവായി തുടങ്ങിയ അനൂപ് മേനോൻ പകൽ നക്ഷത്രങ്ങളിലൂടെയാണ് തിരക്കഥാകൃത്തായി അരങ്ങേറുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് നിരവധി സിനിമകൾക്ക് അദ്ദേഹം തൂലിക ചലിപ്പിച്ചിട്ടുണ്ട്. VK പ്രകാശ് സംവിധാനം ചെയ്ത് ജയസൂര്യ നായകനായെത്തിയ ബ്യൂട്ടിഫുൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട സിനിമയായിരുന്നു. സിനിമയ്ക്ക് തിരക്കഥ എഴുതിയത് അനൂപ് മേനോനായിരുന്നു. ട്രിവാൻഡ്രം ലോഡ്ജ്, ഹോട്ടൽ കാലിഫോർണിയ, കോക്ടെയിൽ, എന്റെ മെഴുകുതിരി, അത്താഴങ്ങൾ തുടങ്ങിയ നിരവധി സിനിമകൾക്ക് അനൂപ് മേനോൻ തിരക്കഥ എഴുതി. ഈ സിനിമകളെല്ലാം പ്രേക്ഷകർ സ്വീകരിച്ചിരുന്നു. മോഹൻലാലിനൊപ്പവും ഇതേ മാജിക് ആവർത്തിക്കട്ടെ എന്നാണ് പ്രേക്ഷകരുടെ ആഗ്രഹം. ആക്ഷനും വയലൻസും നിറഞ്ഞ ഇപ്പോഴത്തെ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഫീൽ ഗുഡ് സിനിമ മോഹൻലാലിൽ നിന്നും ആഗ്രഹിക്കുന്നുവെന്നും ആരാധകർ പറയുന്നുണ്ട്. അനൂപ് മേനോൻ സിനിമ ഇതിന് വഴിയൊരുക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.